ഹായ് ഗായ്സ്, അപ്പം ഇതാ ഞങ്ങൾ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്. ലിച്ചു ടാറ്റയൊക്കെ തരുന്നുണ്ട്, സന്തോഷത്തിലാണ് അവൾ കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിന്ന് ചെട്ടിക്കാട് പള്ളിക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് ഒല്ലൂരിന്ന്. അപ്പോൾ അതാ ഞങ്ങൾ കാറിലാണ് പോണത്. അമ്മയും പിന്നെ അച്ഛൻ്റെ പെങ്ങൾ, പിന്നെ ഞാനും അച്ഛനും ലിച്ചും. അപ്പോൾ അതാ ഏൻ്റിയുടെ അടുത്ത് അവൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കേണ്ട കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ അവൾക്ക് വിശക്കാനാകുമ്പോൾ അവൾക്ക് എൻ്റെ അടുത്തേക്ക് ചാടണം. ഇതാ അപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വിശക്കണം എന്ന് പറയണതിൻ്റെ സൈനാണത്. അതിന് ശേഷം ഇതാ നമ്മൾ പള്ളിയുടെ അവിടെ എത്തി. ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ ചേച്ചിമാർ തിരി വിൽക്കാനായിട്ടിരിക്കേണ്ട അവിടെ നിന്ന് തിരിയൊക്കെ മേടിച്ചു നമുക്ക് തിരി കത്തിക്കാനായിട്ട്. അങ്ങനെ ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരി കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ലിച്ചുവിനെ കൊണ്ട് ആ ചേട്ടൻ തിരി കത്തിക്കുകയാണ്. അപ്പോൾ അപ്പനും മോളും പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. നല്ല കുട്ടിയായിട്ട് അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ തിരിയൊക്കെ കത്തിക്കണം കാണാൻ. അവളതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ കുർബാന 9 മണിക്കാണ്. ഞങ്ങൾ 8:45 അവിടെ എത്തിയിരുന്നു. അങ്ങനെ പള്ളിയിലേക്ക് കയറുകയാണ്. 9 മണിക്ക് തന്നെ കുർബാന സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇന്നധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളാണ്, അമ്പ് പെരുന്നാളാണ്. അധികം ആൾക്കാരൊന്നുമില്ല. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സൈഡിൽ തന്നെ അന്തോണീസിൻ്റെ അത്ഭുത കിണറുണ്ട്. ആ കിണറ്റിലെ വെള്ളം കുടിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യം ലഭിക്കണോ അങ്ങനെയൊക്കെയാണ് വിശ്വാസം. കുറേ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം കോരി കുടിക്കുന്നുണ്ട്. ഞങ്ങളും ആ കിണറൊക്കെ പോയി കണ്ടു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ പെരുന്നാളാണെന്ന്. അപ്പോൾ സൈഡിൽ ഏറെ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിച്ചു അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് ഉന്തി കൊണ്ടുപോകും. അപ്പോൾ അത് അവൾക്ക് 2 കളിപ്പാട്ടങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കളിപ്പാട്ടങ്ങളുണ്ട്. ഇനി ഏതാ മേടിക്കാമെന്ന് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇല്ലാത്ത 2 നോക്കി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പനും മോളും കളിപ്പാട്ടം കൈപ്പിടിച്ച് നിൽക്കുക. അതിനുശേഷം അവിടെയുള്ളൊരു ഫോട്ടോ ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് അവിടെ തൂക്കിയിടും. അപ്പോൾ കുറേ ആൾക്കാരുടെ ഇങ്ങനെ ജോലി കിട്ടിയതിൻ്റെ ഫോട്ടോ, കുട്ടികളുണ്ടായതിൻ്റെ ഫോട്ടോ, വീട് വെച്ചതിൻ്റെ ഫോട്ടോ, കല്യാണം കഴിഞ്ഞതിൻ്റെ ഫോട്ടോ, അങ്ങനെ അവരെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്കത് കിട്ടിയപ്പോൾ ആ സന്തോഷം അവരെല്ലാവരെയും ഇതാവാൻ വേണ്ടിയിട്ട് അതാ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോസ്. അതിനുശേഷം പള്ളിയത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും മോളേനായിട്ടൊന്ന് പള്ളിയുടെ അകത്ത് കയറി നേർച്ച ഇടാനായിട്ട്. അപ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ അവിടെ പോയി അവളിതാ കൈമുത്തുന്നുണ്ട് തമ്പാച്ചോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ. അവൾ കൈയൊക്കെ കൂപ്പാൻ വന്നതാണ്, പിന്നെ നാണായിട്ട് അങ്ങോട്ട് ചെരിഞ്ഞു പോയി. അപ്പോൾ ഇതാ അമ്മ അന്തോണീസ് പുണ്യാളൻ്റെ നാവിൻ്റെ തിരുശേഷം പള്ളിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളും പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ലിച്ചുവിന് 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളവിടെ ഇരുത്തിയതാണ്. അപ്പോൾ അത് അവളവിടെ മുട്ടുകുത്തി ഓടിച്ചാടി നടക്കുക, ഒരു രക്ഷയില്ല. എത്ര ഇരുത്തിയിട്ടും അവൾ മുട്ടുകുത്തി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഴപ്പമില്ലാത്ത 2 ഫോട്ടോസ് അവളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ കൂടെ കൂടുക. അപ്പോൾ ഓക്കെ, ബായ്.